ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോഴും എല്ലാവരും ഇവിടെ പിരിയുന്നത് അടുത്ത പൊങ്കാലയ്ക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പിരിയുന്നത്. അപ്പം ഒരുപാട് പ്രാർത്ഥനകളോടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഞങ്ങളുടെ പുതിയ മൂവിയുടെ റിലീസുണ്ട്, തുടരുമിൻ്റെ റിലീസുണ്ട് ഉടനെ. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഈ വർഷത്തെ പൊങ്കാല. അപ്പോൾ ഇത്തവണത്തെ പ്രാർത്ഥനയിൽ തുടരും സിനിമയുടെ വിജയമൊക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല പൊങ്കാലയുടെ ഒരു നിറസാന്നിധ്യം എന്ന് പറയുന്നതിലൂടെ നിങ്ങളിൽ പലരും എല്ലാ പൊങ്കാലയ്ക്കും കാണുന്ന മുഖങ്ങളാണ് എല്ലാ തവണയും. അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ കൂടിയാണ് ഈ പൊങ്കാല എന്ന് പറയാൻ. തീർച്ചയായിട്ടും. ഞാനും ജലജ ചേച്ചി ഞങ്ങൾ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഒരുമിച്ചാണ് വരുന്നത്. ഒരു റൂമാണ്. രാജലക്ഷ്മി ആണെങ്കിലും അതെ, എല്ലാവരും. ഇപ്പം ഞങ്ങളൊക്കെ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു 3-4 മാസം മുമ്പേ തുടങ്ങും, മെസ്സേജ് ഇട്ട് തുടങ്ങും പോകുന്നത് വാങ്ങിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് എത്രാമത്തെ പൊങ്കാലയാണ് ചേച്ചി? കൃത്യമായിട്ട് എനിക്കറിയില്ല. ഒരു 20 വർഷത്തിന് മേലേക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെ നോക്കിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത്. 20 വർഷത്തിന് മേലെ എന്ന് പറയുമ്പോഴത്തേക്കും പൊങ്കാല ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ടല്ലേ. ആദ്യമായിട്ട് പൊങ്കാല ഇടാവുന്നതോ? ആദ്യമായിട്ട് പൊങ്കാല ഇട്ടത് ഞാൻ 10th പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക്. അതുവരെ അമ്മയുടെ കൂടെ വരുമായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ അടുപ്പൊക്കെ വെച്ച് എനിക്കായിട്ട് ഒരു അടുപ്പ് കിട്ടിയത് ഞാൻ 10th പഠിക്കുമ്പോഴാണ്. അത് തൊട്ട് ഞാനിതുപോലെ കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട് പക്ഷെ എന്നാലും ഏകദേശം ഇടാറുണ്ട്. നമുക്കറിയാം കുംഭമാസമാണ്, നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നല്ല തിരക്കുമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അവഗണിച്ച് വീണ്ടും ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ? അത് നമുക്കൊരു ബുദ്ധിമുട്ട് ഒരിക്കലും തോന്നുന്നില്ല. കാരണം നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയുമാണ് പൊങ്കാല മുടങ്ങാതെ ഇടാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ബുദ്ധിമുട്ടൊന്നും ഞങ്ങളെ ബാധിക്കില്ല. അപ്പോൾ എല്ലാ തവണത്തെ പോലെ ഇത്തവണയും പൊങ്കാല ഇടാൻ വന്നിരിക്കുകയാണ്. അമ്മയോടുള്ള ആ ഒരു ഭക്തി, അല്ലെങ്കിൽ എപ്പോഴും വിളിപ്പുറത്തുള്ള അമ്മയാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, അത് തന്നെയാണ് ഓരോ തവണയും പൊങ്കാല ഇടാനായിട്ട് ഇവിടെ കൊണ്ടെത്തിക്കുന്നത്? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പൊങ്കാലയ്ക്ക് മാത്രമല്ല വരാറ്, ഞാൻ എപ്പോഴും ഇനി മാസത്തിലൊരിക്കലെങ്കിലും വന്ന് തൊഴുതിട്ട് പോകും ഇവിടെ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ആയതുകൊണ്ടാണ് ആ ഒരു ഇതും കൂടെ ഉള്ളത്. അപ്പം അങ്ങനെ വെളിപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. എന്തായാലും നമ്മുടെ പ്രേക്ഷകരെല്ലാം ചേച്ചീനെ കാത്തിരിക്കായിരുന്നു ഫ്രൈവിൽ വരുന്നതൊക്കെ. എവിടെ ചേച്ചി നമ്മുടെ യൂട്യൂബിൽ കമൻസിലായാലും എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് എന്തെങ്കിലും? ഒരുപാട് സന്തോഷം എന്നെ തിരക്കിയതിൽ. ശരി ചേച്ചി. അപ്പോൾ നമ്മളെല്ലാവരും പ്രേക്ഷകരെ